إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ അനുസരിച്ചു അവന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മുറുകെ പിടിച്ചു യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ് വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മളെല്ലാവരും സദാസമയത്തും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. ഓരോ മനുഷ്യന്റെയും എല്ലാ രംഗങ്ങളും അള്ളാഹു കാണും എന്നുള്ള കൃത്യമായ ബോധ്യം ഏതൊരാൾക്കും എല്ലാ സമയത്തും വേണ്ടതുമാണ്. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അവന്റെ റബ്ബിനെയാണ്. അവനെ അനുസരിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാനാണ് ഈ ഭയം കൊണ്ട് അവന് ഉപകരിക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകൾക്ക് അവനെ ധിക്കരിക്കാൻ ഒരിക്കലും സാധ്യമാകില്ല. അങ്ങനെ പേടിയുള്ളവർ തീർച്ചയായിട്ടും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരും അങ്ങനെ പേടിയുള്ളവർ തിന്മയെ പേടിക്കുന്നവരും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുമാകും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, അവന്റെ കാര്യത്തിൽ ജാഗരൂകരാകുവാൻ അള്ളാഹു നിങ്ങളെ അവനെ കുറിച്ച് താക്കീത് ചെയ്യുകയാണ്. വഇയ്യായ ഫർഹബൂൻ, മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത് നിങ്ങൾ എന്നെ മാത്രമാണ് ഭയക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ് സ്വലാത്ത വആതൗസ് സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് പള്ളികൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിനെ വിശ്വസിക്കുകയും ആഖിറത്തിനെ ഭയപ്പെടുകയും നമസ്കാരം കൃത്യമാക്കുകയും സകാത്ത് കൃത്യമാക്കുകയും അല്ലാഹുവല്ലാത്തൊരാളെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് പള്ളികൾ കൈകാര്യം ചെയ്യേണ്ടത്.
എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. അവനെക്കുറിച്ചുള്ള ഭയം തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ അള്ളാഹുവിനെ കൃത്യമായി അനുസരിച്ചു വരുന്ന മലക്കുകളെ പറ്റി പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ട് ഇടിനാദങ്ങൾ തസ്ബീഹ് നടത്തുന്നു. യുസബ്ബിഹുർ റഅദു ബിഹംദി, ഇടിനാദങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് നടത്തുന്നു. വൽ മലായികതു മിൻ ഖൈഫതി, അവനെ കുറിച്ചുള്ള ഭയം നിമിത്തം മലക്കുകളും തസ്ബീഹ് നടത്തുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ പറ്റിയുള്ള ഭയം കാരണത്താൽ മലക്കുകൾ തസ്ബീഹ് നടത്തുന്നു. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫഅലൂന മാ യുഅ്മറൂൻ, അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിക്കുന്ന മലക്കുകൾ എങ്ങനെയാണെന്ന് ഖുർആൻ പറയുന്നത്? തങ്ങളുടെ മീതെ അധികാരശക്തിയുള്ള അള്ളാഹുവിനെ അവൻ ഭയക്കുന്നു. എന്തിന്? അവർ ഒരു തിന്മയും പ്രവർത്തിച്ചിട്ടില്ല. ഏതൊരു കാര്യം കൽപ്പിക്കപ്പെട്ടാലും ഏതൊരു കാര്യം എന്തെന്ന് തന്നെ അവരോട് നിർദ്ദേശിക്കപ്പെട്ടാലും അത് പൂർണ്ണമായും നിറവേറ്റുന്നവരാണവർ. എന്നിട്ടും മലക്കുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ലിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ റബ്ബ് ഗഫൂറായ റബ്ബാണ്, നമ്മുടെ റബ്ബ് റഹീമായ റബ്ബാണ്, നമ്മുടെ റബ്ബ് മലിക്കുൽ ജബ്ബാറായ റബ്ബാണ്, സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന ഉടമപ്പെടുത്തിയ വിജയിച്ചടക്കിയ റബ്ബാണ്. നമ്മുടെ റബ്ബ് മലിക്കുൽ അംലാക്കാൻ, എല്ലാ രാജാക്കന്മാരുടെയും രാജാധിപത്യത്തിന്റെ കീഴിലേക്ക് ഉന്നതനായ ഒരു രാജപതി ആയി നിൽക്കുന്ന റബ്ബാണ്. അതുകൊണ്ട് തന്നെ അവൻ അല്ലാഹു എല്ലായിടത്തും വലിയവനാണ്. അല്ലാഹു അക്ബറാണ്, അല്ലാഹു കബീറാണ്, മുതകബ്ബിറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅാലുൻ ലിമാ യുരീദ്, എന്തെന്നുദ്ദേശിക്കുന്നുവോ അത് നടപ്പിൽ വരുത്തുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസാൻ, പ്രതാപശാലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസീമാൻ, അങ്ങേയറ്റം മഹത്വമുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽ അർശിൽ കരീമാൻ, അർശിന്റെ ഉടമസ്ഥനാണ്. അങ്ങനെയുള്ള റബ്ബിനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഭയപ്പെടേണ്ടത്. മുഅ്മിനീങ്ങളുടെ അടയാളങ്ങളായി അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ് അവർ എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിൽ പറയുന്നുണ്ട്. ഇന്നല്ലദീന ഹും മിൻ ഖശ്യതി റബ്ബിഹിം മുശ്ഫിഖൂൻ, മുഅ്മിനീങ്ങൾ അവരുടെ റബ്ബിനെ പേടിക്കുന്നവരാണ്. റബ്ബിനെ പേടിച്ച നിമിത്തം ഭയപ്പാടോടുകൂടി ജീവിക്കുന്നവരാണ് അവർ. രഹസ്യത്തിലും പരസ്യത്തിലും അവൻ എന്നെ അറിയുന്നുണ്ട്, അവൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്, ഞാൻ അവന്റെ അടിമയാണ്, അവനിൽ ഞാൻ ആവശ്യക്കാരനാണ് എന്ന ബോധ്യം മുഅ്മിനുകളായ നമുക്കെല്ലാവർക്കും വേണ്ടതുണ്ട്. അവന് പേടി തോന്നണമെങ്കിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ആ റബ്ബിനെ പറ്റി നമ്മൾ അറിയണം. മുസ്ലിങ്ങളുടെ ഒരു നാഥൻ എന്ന നിലക്കല്ല അറിയേണ്ടത്, നമ്മളെയെല്ലാം പടച്ചവൻ എന്ന് മാത്രമല്ല അറിയേണ്ടത്. അള്ളാഹുവിന്റെ വലുപ്പത്തെ, അള്ളാഹുവിന്റെ വ്യാപ്തിയെ, അള്ളാഹുവിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞാലാണ് അള്ളാഹുവിനെ ഭയപ്പെടാൻ നമുക്ക് സാധിക്കുക. അതാണ് ഖുർആൻ പറയുന്നത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിങ്ങളിൽ നിശ്ചയമായും അള്ളാഹുവിനെ ഭയപ്പെടുക നിങ്ങളുടെ കൂട്ടത്തിൽ അറിവ് സംഭരിച്ച ആളുകളാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ അള്ളാഹുവിനെ പറ്റി പഠിച്ചവരാണ്. അള്ളാഹുവിനെ ശരിക്കും ഭയപ്പെടുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പ്രത്യേകമായി അവതരിപ്പിച്ച ഖുർആനിലെ ആയത്ത് നോക്കൂ. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർളു ജമീഅ ഖബ്ലതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, യഹൂദരെ കുറിച്ച് പറയുന്നിടത്താണ് അത് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന് നൽകേണ്ട മഹത്വം അവർ നൽകിയിട്ടില്ല. ഭൂമി മുഴുവൻ അള്ളാഹുവിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നുണ്ട്. എന്നിട്ടോ അള്ളാഹു പറയുകയാണ്, ഖബ്ലതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, ആകാശഭൂമികൾ അള്ളാഹുവിന്റെ കയ്യിൽ ഒതുങ്ങുന്നു. 7 ആകാശങ്ങൾ അള്ളാഹുവിന്റെ വലങ്കയിൽ അള്ളാഹു ചുരുട്ടിപ്പിടിക്കുന്നു. ഈ ആയത്ത് കേട്ട സമയത്താണ്, ഇതിന്റെ വിശദീകരണം കേട്ട സമയത്താണ് നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നത്. അള്ളാഹുവിന്റെ റസൂലേ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ ഒരു കയ്യിൽ ഭൂമി ചുരുട്ടുന്നു, ഭൂമി പിടിക്കുന്നു, ഒരു കയ്യിൽ 7 ആകാശങ്ങൾ അള്ളാഹു ചുരുട്ടിപ്പിടിച്ചാൽ അള്ളാഹുവിന്റെ റസൂലെ നമ്മൾക്ക് എവിടെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്ന് ആയിഷ, നരകത്തിന്റെ മധ്യത്തിലൂടെ നേർത്തൊരു പാലമുണ്ടാകും. ആ പാലത്തിൽ ഈ ഭൂമിയിലെ മുമ്പ് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ സകല ചരാചരങ്ങളായ സൃഷ്ടിജാലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഖരിച്ചു നിർത്തും, ക്യാമ്പാക്കി നിർത്തും. ആയിഷ ബീബി
നബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റബ്ബ് കാരുണ്യവാനാണ്. പേടിക്കുക എന്ന് പറഞ്ഞാൽ പാമ്പിനെ പേടിക്കുന്നത് പോലെ പേടിക്കാനല്ല, സിംഹത്തെ പേടിക്കുന്നത് പോലെ പേടിക്കാനല്ല. അവന്റെ ഭയം അവനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം. അവന്റെ ഭയം അവനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഉതകുന്ന തരത്തിലാകണം. അവന്റെ ഭയം അവനോട് നല്ലോണം നിന്നാൽ അവൻ കാരുണ്യവാനാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. ഖുർആൻ പറയുന്നുണ്ട്, നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബിയെ തന്റെ അടിയാറുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അന്നി അനൽ ഗഫൂറുർ റഹീം, നിശ്ചയമായും ഞാൻ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. എന്നിട്ട് തൊട്ടടുത്തായിട്ട് പറയാണ്, വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്നാൽ എന്റെ ശിക്ഷ തന്നെയാണ് കേട്ടോ ഏറ്റവും കഠോരമായ ശിക്ഷ എന്റെ ശിക്ഷയാണ്. ഞാൻ കാരുണ്യവാനാണെന്നത് ശരിയാണ്, കരുണക്കടലാണ് ഞാൻ. പക്ഷേ വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, ഞാൻ തരുന്ന ശിക്ഷ അതിനേക്കാളും വലിയൊരു ശിക്ഷ നിങ്ങൾക്ക് ഭൂമുഖത്ത് കിട്ടാനില്ല. അതിനേക്കാളും വലിയൊരു ശിക്ഷ ഒരു ചരാചരത്തിനും നിങ്ങൾക്ക് മേൽ വർഷിക്കാൻ സാധിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുക എന്നത് അതിപ്രധാനമാണ്. മുഅ്മിനുകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശിക്ഷ ഭയമെങ്കിൽ മാത്രമേ നമുക്ക് പലതും തിരുത്താനും തിരിച്ചറിയാനും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദുനിയാവിലും ആഖിറത്തിലും അവന്റെ ശിക്ഷ അവൻ അനുഭവിപ്പിക്കും. ലഹും മിൻ ഫൗഖിഹിം ഗുലലുൻ വമിൻ ഫൗഖിഹിം ഗുലൽ, നരകത്തിന്റെ അടിത്തട്ടിൽ അട്ടികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുകളിൽ നരകത്തിനെ അട്ടികളായി അവർക്ക് ഉണ്ടാക്കിയിരിക്കും. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമിൻ തഹ്തിഹിം ഗുലൽ, അവരുടെ താഴത്തും നരകം കത്തിക്കൊണ്ടേയിരിക്കും. മുകൾ ഭാഗവും താഴ്ഭാഗവും കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തെയാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു പറഞ്ഞു, ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദു, ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദു. ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയുമോ? അല്ലാഹു അവന്റെ അടിമകളെ ഭയപ്പെടുത്താനാണ്. മുകളിലൊക്കെ തീനാളങ്ങളും നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളുടെ കാൽച്ചുവട്ടിലെ തീനാളങ്ങളും നരകത്തിൽ നിങ്ങൾക്ക് അതിശക്തമായ ഘോരമായ ശിക്ഷകൾ തരുമെന്ന് അല്ലാഹു പറഞ്ഞത് ദാലിക യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദു. അല്ലാഹുവിന്റെ അടിമകളായ ആളുകൾക്ക് അവനെ പറ്റി ഭയപ്പാടിന് വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യാ ഇബാദ്, അടിമകളെ ഫത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ. പ്രിയപ്പെട്ട സമൂഹമേ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, തമാശയല്ല കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടവരല്ല നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടിട്ടല്ല നമ്മളുടെ അച്ചടക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എല്ലാ സന്ദർഭങ്ങളിലും ഭയപ്പെടുന്നതിൽ നമ്മൾ പരാജിതരാണ്. അതുകൊണ്ടാണ് ഏതൊരു ഖുർആനിന്റെ ആയത്ത് കേട്ടാലും സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറായിരുന്നു. വൈദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ പറ്റി കേട്ടാൽ ഹൃദയങ്ങൾ നടുങ്ങുന്നവരായിരുന്നു അവർ എന്ന് പരിശുദ്ധ ഖുർആൻ മുഅ്മിനുകളെ പറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. ഫഅൻദർതുകും നാറൻ തലല്ലാ, കത്തിയാളുന്ന നരകത്തെ പറ്റി നീ അവർക്ക് താക്കീത് നൽകണേ എന്ന ആയത്ത് കേട്ടിട്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നമസ്കാരത്തിൽ ഈ ആയത്ത് കേട്ട് ബോധം കെട്ട് വീണു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആയത്തുകൾ സ്ഫോടനങ്ങളായിരുന്നു. ഇത് പർവ്വതങ്ങളിലെങ്ങാനുമാണ് ഇറങ്ങുന്നതെങ്കിൽ ആ പർവ്വതം പൊടിഞ്ഞു ധൂളികളായി പോകുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കേട്ടിട്ട് ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മാസം പനിച്ചു കിടന്നുപോയി. ഒരു മാസം കട്ടിലായി പോയി അദ്ദേഹം, ഒരൊറ്റ ആയത്ത് കേട്ടതിന്റെ പേരിൽ. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കണേ എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ പൊന്നാര മകൾ ആയിഷ ബീവി പറയുന്നുണ്ട്, വാപ്പാക്ക് കഴിയില്ല നബിയെ, വാപ്പാക്ക് പരിശുദ്ധ ഖുർആൻ പൂർത്തിയാക്കാൻ സാധിക്കില്ല, വാപ്പാനോട് കരഞ്ഞു പോകും, നമസ്കാരം മുറിഞ്ഞു പോകും, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം മുറിഞ്ഞു പോകും, മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചൂടെ നബിയെ എന്ന് ആയിഷ ബീവി ചോദിച്ചിരുന്നു. ആയത്തുകൾ അവർക്ക് വല്ലാതെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആയത്തുകൾ അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ ഇടിനാദങ്ങൾ മുഴക്കിയിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്കറിയുമോ, ഈ ഖുർആൻ ഇറങ്ങിയ നമ്മുടെ പ്രവാചകൻ പാവങ്ങളുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ തൂർ പോലെയുള്ള, സൂറത്തുൽ വാഖിയ പോലെ, ദാരിയാത്ത് പോലുള്ള അഞ്ചോളം സൂറത്തുകൾ ഇറങ്ങിയതിനു ശേഷമാണ് അല്ലാഹുവിന്റെ റസൂലിന് നര വന്നത് എന്ന് ചരിത്രങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ആലോചിക്കണം നമ്മളെല്ലാവരും. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വിപ്ലവങ്ങളായി അവർക്കിടയിൽ വന്നിരുന്നു. ഫുവൈൽ ഇബ്നു ഇയാദ് എന്നൊരു മനുഷ്യൻ മാറിയ ചരിത്രമുണ്ട്. ഫുവൈല് കള്ളനായിരുന്നു, ഫുവൈല് പോക്കിരിയായിരുന്നു, പിടിച്ചുപറിക്കാരനായിരുന്നു. റോഡിന്റെ ഓരങ്ങളിൽ ഒളിച്ചു നിന്ന് അതിലൂടെ വഴിയാത്രക്കാരായി വരുന്ന ആളുകളെ തട്ടിപ്പ് നടത്തി കവർച്ചകൾ
ചെയ്ത് ജീവിച്ച ഫുവൈൽ വമ്പിച്ച വലിയൊരു തോന്നിയാസത്തിന്റെ ഉടമയുമായിരുന്നു, വ്യഭിചാരിയായിരുന്നു. അദ്ദേഹം ഒരു യുവതിയുമായിട്ട് പ്രണയത്തിലാകുന്നു, അടുക്കുന്നു. അങ്ങനെ ആ യുവതിയെ പ്രാപിക്കുവാനായി തക്കം നോക്കി ഒരു ദിവസം മതിലി ചാടാൻ, നമ്മുടെ ഭാഷയിൽ മതിലി ചാടാൻ വേണ്ടി ഒരുങ്ങവേ അവിടെ നിന്ന് ആയത്ത് കേൾക്കുകയാണ്. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് ഫലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ ഫഖസത് ഖുലൂബുഹും വകസീറുൻ മിൻഹും ഫാസിഖൂൻ എന്ന ആയത്ത് പ്രിയപ്പെട്ടവരെ ഫുവൈൽ ബിൻ ഇയാദിന്റെ മുന്നോട്ട് വെച്ച കാലിനെ തിരിച്ചെടുപ്പിച്ചു കളഞ്ഞു. ചിന്തനീയമായ ആയത്ത് ഫുവൈൽ ബിൻ ഇയാദിന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഇടിനാദങ്ങൾ പോലെ ചെന്ന് തറച്ചു. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അടുത്തു നിന്ന് കേൾക്കുകയാണ്, അലം യഅനി ലില്ലദീന ആമനു, വിശ്വസിച്ചവർക്ക് അല്ലാഹുവിന്റെ സ്മരണയിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും തങ്ങളുടെ ഹൃദയങ്ങൾ ഒഴുക്കി വിനയപ്പെട്ടു വരാൻ സമയമായിട്ടില്ലേ എന്ന ചോദ്യമാണ്. പിന്നീട് ചോദിക്കുന്നു, മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ അവരാകാതിരിക്കാൻ അവർക്ക് സമയമായിട്ടില്ലേ? അടുത്ത ചോദ്യമാണ്, കാലം ദീർഘിച്ചു, അവരുടെ ഹൃദയങ്ങൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ എന്തായിപ്പോയി, കടുത്തുപോയി. അതുകൊണ്ട് വകസീറുൻ മിൻഹും ഫാസിഖൂൻ, അവരിൽ അധികം ആളുകളും ദുർനടപ്പുകാരായിരുന്നു എന്ന് ഖുർആൻ. അദ്ദേഹം എല്ലാം നിർത്തിക്കളഞ്ഞു. ഫുളൈൽ ബിൻ ഇയാദ് മാറുകയാണ്. അദ്ദേഹം ഒരുപാട് പഠിച്ചു, ഒരുപാട് വിചിന്തനം നടത്തി, പുനർവിചിന്തനം നടത്തി, വീണ്ടും വിചാരം നടത്തി. അദ്ദേഹത്തിന് മാറണമെന്നുള്ള വിചാരം വന്നു. അങ്ങനെ അദ്ദേഹം പിൽക്കാലത്ത് തൗബ ചെയ്ത് മടങ്ങുകയും ഉജ്ജ്വലനായ ഒരു പണ്ഡിതനായി മാറുകയും ചെയ്തു എന്നാണ് ചരിത്രം. പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്ക്, ആയത്തുകൾ ഓരോ ആളുകൾക്കും പ്രിയപ്പെട്ടവരെ ശരിക്കും അങ്ങോട്ട് തറച്ചിരുന്നു. ഇതാരാണ്? ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ നൽകിയ പ്രവാചകൻ. പിന്നെ പേടിച്ചതാരാണ്? അല്ലാഹുവിന്റെ റസൂലിൽ ആദ്യമായി വിശ്വസിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പനിച്ചതാരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ സംഘത്തിലെ ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആയത്തുകൾ ഓരോന്നും അവർ കണ്ണു തുറന്ന് കേട്ടിരുന്നു. ഹൃദയാന്തരാളങ്ങളിൽ അവർക്ക് ആയത്തുകൾ ചെന്ന് തറച്ചപ്പോ അവൾക്ക് ബേജാറുണ്ടായിരുന്നു, അവർക്ക് പേടിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ജുമുഅ ഖുതുബകളിൽ ചില ആയത്തോതി അല്ലാഹുവിന്റെ റസൂൽ അതിനെ പഠിപ്പിച്ചു കൊടുക്കും. ആളുകൾ ജുമുഅ ഖുതുബ കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് പോകാത്ത അവസ്ഥ വരെ ഉണ്ടായി. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ നിന്ന് നമ്മളെപ്പോലെ സലാം വീട്ടുന്നതിന്റെ മുമ്പ് ഇറങ്ങി ഓടുന്നവരെ കൊണ്ടല്ല, സലാം വീട്ടിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പള്ളിയിൽ തലതാഴ്ത്തി കരഞ്ഞുകൊണ്ട് സഹാബത്തിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയ ചില ആയത്തിന്റെ ആഴങ്ങളായിരുന്നു അവരെ കൊണ്ട് അവിടെ ഇരുത്തിച്ചിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ, സഹാബത്തിനോടൊപ്പമുള്ള ഒരു യാത്രയിൽ അവർ വല്ല ഭക്ഷണത്തിനോ മറ്റോ ഒരു പാത്രം കല്ലുകൾ കൂട്ടിവെച്ച് തീ കൊടുത്തുകൊണ്ട് ചൂടാക്കാൻ തുടങ്ങി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ തീനാളത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നാറുകും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിനൽ നാരി ജഹന്നം, നിങ്ങൾ ഈ കാണുന്ന തീയുണ്ടല്ലോ, ആ തീയുടെ 70ഓളം ഇരട്ടി ചൂടുണ്ടാകും നരകത്തിലെ തീ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. തീ കായുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീനാളങ്ങളുടെ ചൂടിന്റെ അടുക്കലേക്ക് കൈകൾ ഇങ്ങനെ നീട്ടിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിക്കുന്നുണ്ട്, ഉമറേ എങ്ങനെയുണ്ട് ചൂട്? ഉമർ ഖത്താബ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ അടുക്കാൻ കഴിയുന്നില്ല, പമ്പിച്ച ചൂടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനേക്കാളും 70 ഇരട്ടിയോളം ചൂടുണ്ടാകും നരകത്തിന്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് അവതരിക്കുകയാണ്, ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അത അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷിയുള്ളവനാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ തലക്ക് മുകളിൽ വെച്ച് ശിക്ഷ അയക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഖുൽ ഹുവൽ ഖാദിർ, അല്ലാഹു കഴിവുള്ളവനാണ്. അലാ അൻ യബ്അത അലൈക്കും, നിങ്ങളുടെ തലക്ക് മുകളിൽ നിന്ന്, ആകാശത്ത് നിന്ന് ശിക്ഷയിറക്കാൻ കഴിയുന്നവനാണ്. അല്ലാഹു ശിക്ഷ ഇറക്കാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ആകാശത്ത് നിന്ന് ചരൽക്കല്ലുകൾ ഇറക്കി ഒരു സമുദായത്തെ നശിപ്പിച്ചത് കേട്ടവരല്ലേ നമ്മൾ? ആകാശത്ത് നിന്ന് ഘോരശബ്ദം പുറപ്പെടുവിച്ച് ഒരു വിഭാഗത്തെ കൊന്നുകളഞ്ഞത് നമുക്ക്
ഓർമ്മയില്ലേ? ആകാശത്ത് നിന്ന് തുരതുരാ നിർത്താതെ മഴ പെയ്യിച്ച് പ്രളയം കൊണ്ട് ചില സമൂഹത്തെ അള്ളാഹു മുക്കിക്കളഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ആകാശത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്നും ശക്തമായ ശിക്ഷകൾ ഇറക്കിക്കൊണ്ട് ഭൂമിയെ അടിമേല മറിച്ച് ആ സമൂഹം മുമ്പ് അവിടെ ജീവിച്ചിരുന്നുവോ എന്ന് ഓർക്കാൻ പോലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധം ഒരടയാളങ്ങളും ബാക്കി വെക്കാതെ തുടച്ചെടുത്തത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തലക്ക് മുകളിലൂടെ ശിക്ഷകൾ ഇറക്കാൻ കഴിവുള്ളവനാണ്. തീരുന്നില്ല അവിടെ. അതിലൂടെ ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം. അഹങ്കരിച്ച് നടക്കുന്ന അഹങ്കാരികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നടക്കുന്ന ഭൂമിയുടെ അടിയിൽ നിങ്ങളെക്കാളും അഹങ്കാരികളായ പലരെയും അല്ലാഹു മണ്ണിനടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അഹങ്കരിക്കാൻ വകയില്ല. ഇനിയോ ഔമിൻ തഹ്തി അർജുലിക്കും, നിങ്ങളുടെ കാലിന്റെ ചുവട്ടിലുള്ള ഭൂമിയിൽ നിന്ന് ശിക്ഷ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ്. അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? ഭൂമിയെ ആഴ്ത്തിക്കളയാൻ അല്ലാഹു കഴിവില്ലേ? ഭൂമി കുലുക്കുവാൻ അല്ലാഹു കഴിവില്ലേ? ഭൂമിയെ പിളർത്തുവാൻ അല്ലാഹു കഴിയില്ലേ? ഭൂമിയുടെ ഉള്ളിൽ നിന്ന് തുരതുരാ പൊട്ടിയൊലിക്കുന്ന വലിയ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് കുത്തിയൊഴുകുന്ന ഭൂകമ്പങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അതുകൊണ്ട് ആലോചിക്കുക, ആകാശത്തിന്റെ മുകളിൽ നിന്നും നിരവധി ശിക്ഷകൾ. വകുല്ലൻ അഖദനാ ബിദംബി വമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ വമിൻഹും മൻ അഖദതുഹു സ്വൈഹ വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ് വമിൻഹും മൻ അഗ്റഖനാ. ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കമിഴ്ത്തിക്കളഞ്ഞു. ആകാശത്ത് നിന്ന് ശബ്ദം കൊണ്ട് ആളുകൾ നിലത്ത് മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെള്ളം ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഖറജത്തിൽ അർദു വഖാലഹാ വഖാല الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها. സൂറത്തു സിൽസാലിൽ അല്ലാഹു പറയുന്നില്ലേ, സിൽസില എന്ന് പറഞ്ഞ ഉറപ്പിച്ചു കളയുക. ഭൂമി കടലുകൾ പൊട്ടിയൊഴുക്കപ്പെടും. തടുക്കാനാകാത്ത തിരമാലകളിലൂടെ നമുക്ക് എവിടെയാണ് രക്ഷയ്ക്ക് പോകാൻ സാധിക്കുക? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഭൂകമ്പങ്ങളായും സുനാമികളായും അള്ളാഹുവിന്റെ ശിക്ഷകൾ നേർക്ക് നേരെ കണ്ടവരാണ്. ഇന്നും പൊടി പോലും ഇല്ലാത്ത വിധം ചില ബോഡികൾ ഇന്നും കിട്ടാത്ത വിധം ബോധ്യപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. എന്നിട്ടും ഈ ആകാശ ലോകങ്ങളുടെ ആകാശ ഭൂമികളുടെ നിയന്ത്രണമേറ്റിരിക്കുന്ന മലിക്കുൽ ജബ്ബാറായ റബ്ബിനെ ഭയക്കാതെ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സൂക്ഷ്മതയുണ്ടാവുക, പേടിയുണ്ടാവുക എന്നത് മുത്തഖിങ്ങളുടെ ലക്ഷണമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയാൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, വീട്ടിൽ വെച്ച് റസൂലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ഭയം കാണുമായിരുന്നു ഞാൻ. അല്ലാഹുവിന്റെ റസൂൽ ബേജാറോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാ ഇത്ര പേടി? എന്തിനാ ഇങ്ങനെ ബേജാറാകുന്നത്? കാർമേഘം വന്നതല്ലേ, നല്ല മഴ വരുന്നതല്ലേ, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയുണ്ട്, ഇതുപോലെ കാർമേഘങ്ങൾ വന്നെത്തിയപ്പോൾ എത്രയോ ജനതകൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അഹ്കാഫിലെ 24-ാമത്തെ വചനം അത് വിശദീകരിക്കുന്നുണ്ട്. ഹാദാ ആരിദുൻ മുംതിറുനാ, ആഹാ നല്ല മേഘം, നമുക്കിപ്പോൾ മഴ കിട്ടും. പക്ഷേ ബൽ ഹുവ മസ്തഅജൽതും ബിഹി റീഹുൻ ഫീഹാ അദാബുൻ അലീം, അവർ നല്ല മഴ വരുന്നല്ലോ എന്ന് ആക്രോശിച്ച് സന്തോഷിച്ചു. പക്ഷേ ബൽ ഹുവ മസ്തഅജൽതും ബിഹി റീഹുൻ ഫീഹാ അദാബുൻ അലീം, കഠിന കഠോരമേറിയ ശിക്ഷകൾ ഇറക്കുന്ന വമ്പിച്ച കാറ്റോടുകൂടി അവരെ ശിക്ഷിക്കുന്ന മഴയായിരുന്നു പലപ്പോഴും ആ ജനതയുടെ മുകളിൽ വർഷിച്ചത് എന്ന് റസൂലുള്ള ഭീതിയോടുകൂടി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊക്കെ ഇതൊക്കെ നിസ്സാരമാക്കി കുത്തുബയുടെ വിഷയമായി കഴിഞ്ഞുപോയ ചരിത്രമായി നമ്മുടെ കണ്ണിന്റെ മുന്നിലൂടെ കടന്നുപോയൊരു വാർത്തയായി ഒതുക്കരുത് നമ്മൾ ഒരു കാലത്ത്. എന്തുകൊണ്ടാ? മുമ്പ് കാലങ്ങളിൽ കേട്ടിട്ടില്ലാത്ത ശിക്ഷാമുറകൾ നേർക്ക് നേരെ കണ്ടവരാണ് നമ്മൾ. രോഗം കൊണ്ടും പ്രളയം കൊണ്ടും ഭൂകമ്പങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ചരിത്രാവശേഷങ്ങളില്ലാത്ത വിധം ആളുകളെ ഒന്നായിട്ട് തുടച്ചെടുക്കുന്ന സിസ്റ്റം പോലും നമ്മളുടെ ജീവായുസിന്റെ ഉള്ളിൽ കണ്ടവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ബൽ ഹുവ മസ്തഅജൽതും ബിഹി റീഹുൻ ഫീഹാ അദാബുൻ അലീം, അത് വേദനയേറിയ ശിക്ഷ ഉൾക്കൊള്ളുന്ന കാറ്റോട് കൂടിയിട്ടുള്ള മഴയായിരുന്നു. വയനാട്ടിൽ നമ്മൾ കണ്ടതാണ്, മാലിദ്വീപിൽ നമ്മൾ കണ്ടതാണ്. അങ്ങോട്ടൊഴുകിയ ബ്രഹ്മപുത്ര അതേ നിമിഷം ഇങ്ങോട്ടൊഴുകിയത് ബേജാറോടുകൂടി കേരള ജനത കണ്ടതാണ്, ഇന്ത്യയിലെ നാട്ടുകാർ കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും ഒന്നും ചെയ്യാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷകൾ കടന്നു വന്നത് ചരിത്രങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. മഹാനായ ഇമാമിങ്ങളിൽ പ്രഗൽഭനായ താഊസ് റഹിമഹുല്ലാഹ്, ഹിശാം ഇബ്നു
അബ്ദുൽ മലിക് എന്ന ഖലീഫയുടെ അടുക്കൽ ചെന്നു. അദ്ദേഹം പണ്ഡിതനാണ്. ഈ താഊസ് റഹിമഹുള്ള പണ്ഡിതനാണ്. ഈ രാജാവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഇത്തഖില്ല, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഹ്ദർ യൗമൽ അദാൻ, വിളിച്ചു പറയപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. രാജാവ് ചോദിച്ചു, വമാ യൗമുൽ അദാൻ, ഏതാണ് ആ വിളിച്ചു പറയപ്പെടുന്ന ദിവസം? ആ സമയത്ത് സൂറത്ത് ആറാഫിലെ ആയത്ത് വരികയാണ്. താഊസ് റഹിമഹുള്ള, വഅദ്ദന മുഅദ്ദിനുൻ ബൈനഹും ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, അതിക്രമങ്ങൾ പ്രവർത്തിച്ചവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ, അല്ലാഹു അവരെ ആട്ടിയകറ്റട്ടെ എന്ന് ആളുകൾ വിളിച്ചു പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അത്ര വിശദീകരിക്കുമ്പോഴേക്കും ഈ രാജാധിപതിയായി നിന്നിരുന്ന ഹിശാം ഇബ്നു അബ്ദുൽ മലിക് ബോധം കെട്ടു വീഴുകയാണ്. അത് താഊസ് റഹിമഹുള്ള പറയുന്നുണ്ട്. ഈ ആയത്ത് ഓതിക്കൊടുക്കുമ്പോഴേക്കും ഒരു രാജാവ് ബോധരഹിതനായി വീണിട്ടുണ്ടെങ്കിൽ ഈ ശിക്ഷാമുറകൾ നടക്കുന്ന അന്ന് അശ്രദ്ധരായി ജീവിക്കുന്ന മനുഷ്യരുടെ കാര്യം എത്ര അപകടം പിടിച്ചതായിരിക്കുമെന്ന് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് സ്വന്തത്തോടും മറ്റുള്ളവരോടും അതിക്രമം കാണിച്ചവർ ഉറപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. പാവങ്ങളെ ചതിച്ചവർ, ലഹരി പതിവാക്കിയവർ, വ്യഭിചാരം സ്ഥിരമാക്കിയവർ, ചെറിയ കുട്ടികളെ വ്യഭിചരിച്ചവർ, ആരാധനാലയങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി വ്യഭിചരിച്ചവർ, അന്യായമായി ആളുകളെ ഉപദ്രവിച്ചവർ, അന്യായമായി ധനം തിന്നവർ, സ്വത്തുക്കൾ അന്യന്റെ ഭുജിച്ചവർ, അതുപോലെ തന്നെ പൊതുമുതൽ മോഷ്ടിച്ചവർ, സാധുക്കളുടെ പാർപ്പിടങ്ങൾ നശിപ്പിച്ചവർ, തന്റെ വീടും വാഹനങ്ങളും തോന്നിയാസങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തവർ, ഈ ആളുകളെല്ലാം അവരവരോടും ആരാന്മാരോടും അവരവരോടും സഹജനങ്ങളോടും പൊറുക്കാൻ പാടില്ലാത്ത അതിക്രമങ്ങൾ ചെയ്തവരാണ്. അവർ ഉറപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം, നിശ്ചയം അന്ത്യസമയത്തിലെ പ്രകമ്പനം അപാരമായ പ്രകമ്പനമാണ്. എന്നിട്ട് പറഞ്ഞു, യൗമ തറൗനഹാ തദ്ഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. വല്ലാത്ത വാക്കുകളാണ് അവർ പറയുകയാണ്. അന്നേ ദിവസം മുലപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന മാതാക്കൾ അവരുടെ മക്കളെ മറന്നുപോകും. എന്നിട്ട് പറയുന്നു, ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. മുലപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ തന്റെ മക്കളെ മറന്നുപോകും. വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഗർഭിണികളായ സ്ത്രീകൾ പെറ്റുപോകും. ഗർഭിണികളായ സ്ത്രീകൾ പേടിച്ച് പ്രസവിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. വതറന്നാസ സുകാറ, ജനങ്ങൾ മുഴുവനും ലഹരി ബാധിച്ചവരെ പോലെയായിരിക്കും. വമാഹും ബിസുകാറ, യഥാർത്ഥത്തിൽ അവർക്കാർക്കും ലഹരി ബാധിച്ചതല്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷ കാരണത്താൽ ഇതങ്ങനെ സംഭവിക്കുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച്, കുഞ്ഞുങ്ങളെങ്ങനെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് കാരുണ്യത്തിന്റെ കടലോളം സ്നേഹിക്കുന്ന മാതാക്കൾ ആ കുഞ്ഞുങ്ങളെ മറന്നുപോകാൻ, ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അശ്രദ്ധരാവുകയാണ്. ഗർഭിണികളായ സ്ത്രീകൾ ആ കുടുകുടാ ശബ്ദം, ഉറപ്പിക്കുന്ന ശബ്ദം, പ്രകമ്പനം കേട്ടിട്ട് പ്രസവിച്ചു പോവുകയാണ്. ആളുകൾ മത്തന്മാരായി ലഹരി ബാധിച്ചവരെ പോലെ ആവുകയാണ്. അല്ലാഹുവിന്റെ ശിക്ഷ അത്രത്തോളം പ്രയാസകരമായിരിക്കുമെന്ന്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നത്, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുവിൻ, ആ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുവിൻ. ഏതാണ് ആ ദിവസം? ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമ, ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം കേട്ടോ. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു മാതാവോ പിതാവോ ഒരു മക്കൾക്കും പ്രയോജനം ചെയ്യാത്ത ദിവസം. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ, ഒരു മകനോ മകളോ ഒരു മാതാവിനും പിതാവിനും പ്രയോജനം ചെയ്യാത്ത ദിവസം. അന്നത്തെ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങൾ ആലോചിക്കണം, പരിശുദ്ധ ഖുർആനിൽ ഇത്തഖൂ എന്ന് പറഞ്ഞ പദങ്ങൾ എടുത്തു വായിക്കുക പ്രിയപ്പെട്ടവരെ. അതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിലൂടെ നിങ്ങൾ വായിച്ചു പഠിക്കുക സഹോദരങ്ങളെ. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുവിൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും യാ അയ്യുഹന്നാസു തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങളുടെ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, അവിടുന്ന് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. വത്തഖുൻ നാറല്ലതീ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇത്തഖൂ എന്ന പദത്തിൽ മുസൽമാനെ നീ ഇരിക്കണം ഒരു ദിവസം മുഴുവനും. ഇത്തഖൂ എന്ന പദത്തിന്റെ മുകളിൽ മുസൽമാനെ നീ ചിന്തിക്കണം ഒരു ദിവസമെങ്കിലും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله അല്ലാഹുവിനെ അനുസരിച്ചു അവനെ ഭയപ്പെട്ടും ജീവിതം വൃത്തിയുള്ളതാക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, മുമ്പുകാലങ്ങളിൽ നടന്നുപോയിട്ടുള്ള ശിക്ഷാരീതികളൊക്കെ നമ്മൾ കേട്ടു. നമ്മളൊക്കെ പലപ്പോഴും നല്ല കോൺഫിഡന്റിലാണ് ജീവിക്കുന്നത്. അവരവർ ചെയ്ത ഇബാദത്തുകൾ അതൊക്കെ ഉണ്ടാകും. നമ്മളൊക്കെ അല്ലാതെ ആരാണ് ഈ ഭൂമുഖത്ത് ഈ നന്മക്ക് മുന്നിൽ ഉള്ളത്? ഒരുപാട് ആളുകൾ ജുമാ നമസ്കരിക്കാതെ അങ്ങാടിയിലിരിക്കുമ്പോൾ ഞാനൊക്കെ ഇവിടെ ഇല്ലേ എന്നൊക്കെ വിചാരിച്ച് വളരെ ആശ്വാസത്തിലായിരിക്കും നമ്മളെല്ലാവരും. നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിലുള്ള സ്ഥിതി എന്താണെന്ന് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? മൂന്നാമത്തെ നമുക്ക് വേണ്ട ഭയം അതാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വജഅൽനാഹു ഹബാഅൻ മൻഥൂറാ, ധൂളികളായി ഓടുകൾ പൊട്ടിയിട്ട് വരുന്ന ചെറിയ നിഴൽ വെളിച്ചങ്ങളിലൂടെ പാറിപ്പറക്കുന്ന ധൂളികൾ, കനമില്ലാത്ത ധൂളികളാണ്. അതുപോലും തോറ്റുപോകുന്ന തരത്തിൽ നമ്മളുടെ ഇബാദത്തുകൾ നിസ്സാരമായി പോകുന്ന ദിവസം വരാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നിശ്ചയമായും അല്ലാഹു സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്നാണ്. തഖ്വയോടുകൂടി ചെയ്തവന്റെ അടുത്ത് നിന്ന് അല്ലാഹു ഇബാദത്തുകൾ സ്വീകരിക്കുകയുള്ളൂ. തഖ്വയോടുകൂടി നിർവഹിച്ച സദഖയെ അല്ലാഹു ആവശ്യമുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. നമ്മളൊക്കെയും പലപ്പോഴും ഹൈ കോൺഫിഡന്റിലാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളായിരിക്കും. ജനങ്ങളെല്ലാം നമ്മളെ മുത്തഖി എന്ന് വിളിച്ചിട്ടുണ്ടാവാം. ജനങ്ങളെല്ലാം നമ്മുടെ ജനാസക്ക് പിന്നിൽ അണിനിരന്നിട്ടുണ്ടാവാം. ജനങ്ങളെല്ലാം വീട്ടുമുറ്റത്ത് നിന്ന് ഇത് നല്ല മയ്യത്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സാക്ഷിക്കുള്ളിൽ നമ്മൾ എത്രത്തോളം ദുഷ്ടനാണോ ആ ദുഷ്ടനെയായിരിക്കും ഖബർ മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. വല്ലദീന യുതവഫൂന വല്ലദീന യുഅതൂന മാ അതവ ഖുലൂബുഹും വജിലതും അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവർ ചെയ്യുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്, അവരുടെ ഹൃദയങ്ങൾ പേടികൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നല്ല മനുഷ്യരായ നന്മകൾ ചെയ്ത ആളുകളെ പറ്റിയാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്ത ആളുകൾ ബേജാറിലായിരുന്നു. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. നന്മയിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. അവരാണ് ഈ പേടിയിൽ ജീവിക്കുന്നത്. നമ്മളോ ഒരു പേടിയുമില്ല. നമ്മളോ ഒരു നന്മയും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഒരു പേടിയുമില്ല. നന്മ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സഹാബത്ത് ചെയ്ത എന്തെങ്കിലും ഞാനും ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഖലീഫമാർക്ക് ഇരുന്നത് പോലെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവിന്റെ ഖുർആൻ വിളിച്ചിരുന്നവർ നമ്മൾ ഇരുന്നിട്ടുണ്ടോ? അവരൊക്കെ ബലി കൊടുത്തതുപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ബലി നൽകാൻ, സമ്പത്തെങ്കിലും ബലി നൽകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരുടെയെങ്കിലും മുന്നിൽ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു പരിഹാസമെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവരതല്ല. ഇവർ ഈ നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഹുമുൽ ലദീന യുശ്രികൂന വ യസ്ജൂൻ, അല്ലാഹുവിന്റെ റസൂലേ, ഈ ആളുകൾ കുളിച്ചവരും മോഷ്ടിച്ചവരും വ്യഭിചരിച്ചവരും ഒക്കെയാണോ ആ ഭയപ്പെടുന്ന ആളുകൾ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ലാ യാ ബിൻത സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖിന്റെ മോളെ, അങ്ങനെയല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാകിൻ ഹുമുൽ ലദീന യസൂമൂന വ യുസല്ലൂന വ യതസദ്ദഖൂൻ, അവർ കൃത്യമായി നമസ്കരിച്ചവരാണ്. അവർ കൃത്യമായി നമസ്കരിച്ചവരാണ്, നോമ്പ് നോറ്റവരാണ്. അവർ കൃത്യമായി സ്വതക്ക നിർവഹിച്ചവരാണ്. വഹും യഖാഫൂന അല്ലാ യുതഖബ്ബലു മിൻഹും, തങ്ങളുടെ പ്രവർത്തനങ്ങൾ തങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുമോ എന്ന ബേജാറിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്ന് സഹാബാക്കളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുക. നമ്മളിൽ പലരും ഇബാദത്ത് ചെയ്താലോ അല്ലാഹുവിന് വേണ്ടി എന്തോ ഔദാര്യം ചെയ്ത പോലെയാണ്. ഞാനൊക്കെ ചെയ്തതുകൊണ്ടാണ് ഈ ദീനിവിടെ നിൽക്കുന്നത് എന്ന തോന്നലാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രവർത്തനങ്ങൾ ശുദ്ധമാണെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് അല്ലാഹു സ്വീകരിക്കും. അല്ലാഹുക്ക് ആവശ്യമില്ലല്ലോ. അല്ലാഹുവിനെ വാഴ്ത്തി അല്ലാഹുക്ക് വേണ്ടി സുജൂദ് ചെയ്താലേ അല്ലാഹുക്ക് അഡ്രസ് ഉണ്ടാകൂ എന്ന് തെളിയിക്കാനല്ല. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലമായി സ്വീകരിച്ചാൽ നമുക്ക് നല്ലതാണ്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ നിർവഹിച്ചത്. നാലാമതായി പ്രിയപ്പെട്ടവരെ, നമ്മൾ പേടിക്കേണ്ട പേടി വല്ലാത്ത പേടിയാണ്. ഉറക്കം പോലും നഷ്ടപ്പെടും മുഅ്മിനായ ഒരു മനുഷ്യന്റെ കർണപടത്തിലേക്ക് ഞാൻ ഈ ഓതുന്ന ആയത്തുകൾ നിങ്ങൾ സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്നുള്ളൊരു ഭയം നമുക്കുണ്ടാവണം. മുസ്ലിമായി ജനിച്ചവരാവാം, മുസ്ലിമായി മരിക്കണമെന്നില്ല. മുഅ്മിനായി ജീവിച്ചവരാവാം, മുഅ്മിനായി മരിക്കണമെന്നില്ല. മുസ്ലിമായിട്ട് തന്നെ ആകുമോ കാഫിറായിട്ടാകുമോ മരിക്കുക എന്ന് നമുക്കറിയില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ ആളുകളായി ജീവിച്ചിട്ട് അവസാനത്തിൽ പൊളിഞ്ഞു പോകുന്ന ഘട്ടത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ജീവിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. യാദൃശ്ചികമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ കാരണത്താൽ
അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ തൊടാത്ത ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു രോഗം കാരണത്താലോ പരീക്ഷണം കാരണത്താലോ നമസ്കാരം നിർത്തിയവരുണ്ട്. സാമ്പത്തികമായ ഭദ്രതക്കുറവ് കാരണത്താൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് നിർത്തിയവരുണ്ട്. ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ മരിക്കുന്ന സമയത്ത് മുർത്തത്തായി മരിക്കുമോ? പേടിക്കണം പ്രിയപ്പെട്ടവരെ. വിദഅത്തിന്റെ ആളുകളായി മരിക്കുമോ? പേടിക്കണം പ്രിയപ്പെട്ടവരെ. വ്യഭിചരിച്ച് ജീവിക്കുന്ന സമയത്താണ് മരണം വരിക, അറിയില്ല നമുക്ക്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഒരു മനുഷ്യൻ വാഹനത്തിൽ നിന്നിറങ്ങി സംസാരിക്കവേ കുഴഞ്ഞു വീഴുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, സ്കൂളിൽ നിന്ന് സല്ലപിച്ച് സന്തോഷിച്ച് വീട്ടിലേക്ക് നടന്നുപോയ, ചിരിച്ചും കളിച്ചും നടന്നുപോയ 4 പെൺകൊടിമാർ സെക്കൻഡുകൾ വെച്ച് അരഞ്ഞു മരിച്ചത് നമ്മൾ കണ്ടതാണ്. മരണം ഏത് നിമിഷമാണ് വരിക എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയില്ല. പക്ഷെ മരിക്കുമ്പോൾ നമ്മൾ എന്തെടുക്കുന്നു എന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. പ്രവർത്തനങ്ങൾ അല്ലാഹു പരിഗണിക്കുക അതിന്റെ അവസാനം നോക്കിയിട്ടാണ്. നമ്മൾ പണ്ട് കുറെ നന്മ ചെയ്തിരുന്നു. ഞാനൊക്കെ നിന്റെ നാട്ടിൽ പള്ളിയെടുത്തത്, ഞാനൊക്കെ അതിന്റെ തുടക്കക്കാരെന്ന് വീമ്പലിച്ചിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. മലക്കുൽ മൗത്ത് നമ്മളുടെ മരണവും കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ നമ്മളുടെ ഈമാൻ എവിടെ നിൽക്കുന്നുവോ അതായിരിക്കും പരലോകത്തെത്തുന്ന നമ്മൾ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കാം. 5 നേരം നമസ്കരിച്ചു നമ്മൾ ഒരുപാട് കാലം. എന്താണ് മരണസമയത്ത് നമ്മൾ അള്ളാഹുവിനോട് നിഷേധിക്കുന്ന ആളായി മാറും. ചില ആളുകൾക്ക് അങ്ങനെ ചിന്ത വരും, ഇതൊന്നും വേണ്ട, ഇതൊക്കെ കുറച്ച് ആളുകളുടെ ആവേശം, ഇതൊക്കെ കുറച്ച് പണ്ഡിതന്മാർ ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് സംവിധാനിച്ചതാണ്, ഇതൊക്കെ കുറച്ച് ആളുകൾക്ക് നേതാക്കന്മാരാകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച സംവിധാനങ്ങളാണ്, ഇതൊക്കെ അവരുടെ കയ്യിൽ കുറെ പണമുള്ളതുകൊണ്ട് ആരാകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന പള്ളികളാണ് എന്നൊക്കെ ആളുകൾ പരിഹസിച്ചുകൊണ്ട് മാറി നിന്ന് അള്ളാഹുവിന്റെ സ്വത്വത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യ, നീ ആ നിമിഷത്തിലാണ് മരിക്കുന്നതെങ്കിൽ നിന്റെ കാര്യം പോക്കാൻ. അതുകൊണ്ട് സഹോദര, ഇപ്പം നിങ്ങൾ നന്നാകുക. ഈ നിമിഷം, ഈ ഖുതുബ കേൾക്കുന്ന ഈ നിമിഷം, മുകളിലുള്ള മക്കളെ, സഹോദരങ്ങളെ, യുവാക്കളെ, താഴെയിരിക്കുന്ന സ്ത്രീകളെ, ഇന്ന് നിങ്ങൾ നന്നായാൽ നാളെ നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമാണ്, വൈകുന്നേരം മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നിമിഷങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ആയത്തുകൾ ഓതി ഹദീസുകൾ ഓതി ആളുകളെ ഉത്ബോധനം നടത്തിയോ അതേ നിമിഷത്തേക്ക് അവർ ബൈഅത്ത് ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. നാളെ ആലോചിച്ചിട്ട് പറയാം, വീട്ടിലെ സംവിധാനങ്ങൾ നോക്കിയിട്ട് പറയാം, സ്വന്തമായി വീടെടുത്ത് ബാപ്പയിൽ നിന്ന് മാറി നിന്ന ശേഷം ഞാൻ തൗഹീദിലേക്ക് വരാം എന്നൊന്നില്ല. അവർക്ക് വേഗത്തിൽ അള്ളാഹുവോട് അടുക്കുന്ന സ്ഥിതിവിശേഷത്തിലുണ്ടായി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേട്ട സമയത്ത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഈ പ്രാർത്ഥന ചൊല്ലിയത് ആരാണെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തുഖ്സിനി യൗമ യുബഅതൂൻ, പടച്ചോനെ പ്രതിഫല നാളിൽ എന്നെ അപമാനിക്കരുത് എന്ന പ്രാർത്ഥന ചൊല്ലിയത് ആരാണെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. റബ്ബനാ തഖബ്ബൽ മിന്നാ, വലിയ അല്ലാഹുവിനെ ആരാധിക്കാൻ ഭൂമുഖത്തുണ്ടാക്കിയ ഏറ്റവും വലിയ ആരാധനാലയം കഅബാലയം പണിത ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പണിതിട്ട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോൻ എന്തായാലും കൂലി തരുന്നല്ല വിചാരിച്ചത്, അല്ലാഹുവേ ഇത് സ്വീകരിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചു. ബേജാറിലായിരുന്നു അവർ പ്രതിഫല നാളിൽ എന്നെ അപമാനിക്കുമോ എന്ന ബേജാറിലായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇനിയോ അസ്തഗ്ഫിറുല്ലാഹ്, ഈ ഭൂമുഖത്ത് മനുഷ്യരാശി പിറന്ന അന്ന് മുതൽ ഏറ്റവും കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയത് ആരാണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പാപങ്ങൾ കൊണ്ട് പൊതിഞ്ഞ്, പാപങ്ങൾ തിന്നും, പാപങ്ങൾ പുതച്ചും, പാപങ്ങൾ ഉടുത്തും, പാപങ്ങൾ കുടിച്ചും ജീവിക്കുന്ന നമ്മൾ ഒരു ദിവസം എത്ര തവണ അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലുന്നുണ്ട് ആലോചിക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യേന പ്രാർത്ഥിച്ച അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ച സമയത്താണ് അനസ് ബിൻ മാലിക് ചോദിക്കുന്നത്, ആമന്നാ ബിക വബിമാ ജിഅത ബിഹി, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ദീന് സ്വീകരിച്ചിട്ടുണ്ട്, ഫഹൽ തഖാഫു അലൈനാ, ഞങ്ങളുടെ കാര്യത്തിൽ താങ്കൾക്ക് പേടിയുണ്ടോ എന്ന് ആരാ ചോദിക്കുന്നത്? ഖാദിമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളെ പിന്നിലുണ്ട് റസൂലേ, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞല്ലോ, നഅം യാ അനസ്, അതേ അനസേ നിങ്ങളുടെ കാര്യത്തിൽ പേടിയുണ്ട്. ഇന്നൽ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഓരോ മനുഷ്യന്റെയും ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. അതിങ്ങനെ തിരിച്ച് ടെസ്റ്റ് ചെയ്താൽ അവന്റെ ഈമാൻ എന്തായി പോകും? ഇരുമ്പിപ്പോകും, അവന്റെ ഈമാൻ തലതിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മുടെ ഹൃദയം വൃത്തികെട്ടതാണെങ്കിൽ, ഇഖ്ലാസ് ഇല്ലാത്തതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ഇബാദത്തും നമ്മുടെ പ്രതിഫലത്തിൽ കടന്നു വരുന്ന പ്രശ്നമില്ല. നമ്മളുടെ ചലിക്കുണ്ട് നിറഞ്ഞ മനസ്സാണ് നമ്മുടേതെങ്കിൽ ഒരു നന്മയും
അവിടെ പൂവിടുകയില്ല, ഒരു പ്രകാശവും അള്ളാഹു ആ മനസ്സിൽ കുടിയിരുത്തുകയില്ല. അതുകൊണ്ട് മനസ്സ് നന്നാക്കി ഏറ്റവും നല്ല മനുഷ്യനായാൽ നിങ്ങളിൽ ചിലർ ധാരാളം പ്രവർത്തിക്കും, അവനും സ്വർഗത്തിനുമിടയിൽ ഒരു മുഴം ദൂരമല്ലാതെ ഉണ്ടാവില്ല. സ്വർഗത്തിന്റെ അടുത്ത് അയാൾ എത്തിയിട്ടുണ്ടാവും, അത്രയും ഇബാദത്തുകൾ ചെയ്തിട്ട്. എന്നിട്ട് റസൂൽ പറയണേ, നല്ലതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഒരു മുഴം അടുത്തേക്ക് അത് വന്നിട്ടുണ്ടാകും. അള്ളാഹുവിന്റെ വിധി അവന് മുൻകടക്കും. എന്നിട്ട് അവൻ നരകക്കാരുടെ പ്രവർത്തനം ചെയ്തുകൊണ്ട് മരിക്കും. ഒരുപാട് കാലം നന്മ ചെയ്തിട്ട് സ്വർഗത്തിന്റെ അടുത്തെത്തിയ മനുഷ്യൻ അവസാനത്തിൽ അവനെ പിടിച്ചു കുലുക്കുമ്പോ, ഏതെങ്കിലും വിഷയത്തിൽ പരീക്ഷിക്കുമ്പോ ആ മനുഷ്യൻ നരകാവകാശിയായി മരിക്കുന്ന അവസ്ഥയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികൾ, അവർ വിജയിച്ച യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്തുക്കൾ വീതം വെച്ച ഘട്ടത്തിൽ ആരുടെയോ കയ്യിൽ കുടുങ്ങിപ്പോയ ഒരു പുതപ്പ് ആ മനുഷ്യന്റെ സ്വർഗത്തെ തടഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചരിത്രമുണ്ട്. അതുപോലെ തന്നെ അന്യന്റെ വല്ലതും കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും ആരാധനകളും അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചെരുപ്പുമെടുത്തൊരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് കടന്നു വന്നത്. തിരുത്തണം പ്രിയപ്പെട്ടവരെ, ആയത്തുകളും ഹദീസുകളും കേട്ടാൽ തിരുത്താൻ നമുക്ക് സാധിക്കണം. ആയത്തുകളും ഹദീസുകളും കേട്ടാൽ അടിപൊളി കുത്തുകയായിരുന്നു എന്ന് ഒരു മനുഷ്യനോടും നിങ്ങൾ പറയേണ്ടതില്ല. ആയത്തുകളും ഹദീസുകളും നിങ്ങൾക്കുള്ളതാണ്, പുറത്തുള്ള ആളുകൾക്കുള്ളതല്ല. ആയത്തുകളും ഹദീസുകളും അള്ളാഹു നിങ്ങളെ കൽപ്പിച്ചതാണ്. ആയത്തുകളും ഹദീസുകളും അള്ളാഹു നിനക്ക് വേണ്ടി അവതരിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. എങ്കിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം, നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, നിങ്ങൾക്ക് പുറത്തു തരാം, നിങ്ങളോട് ഞാൻ കരുണ കാണിക്കാം. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്നാൽ ശിക്ഷ തരികയാണെങ്കിൽ എന്റെ ശിക്ഷയെക്കാളും വലിയ ശിക്ഷ ഈ ഭൂമുഖത്ത് നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ റബ്ബിന്റെ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഏറ്റവും നല്ല ഭയപ്പാടോടുകൂടി ജീവിക്കുക. അങ്ങനെയാകുമ്പോൾ പാവപ്പെട്ടവനോട് അധികാരം കാണിച്ച് മോശമായ ഒരു സ്വഭാവം വർത്തിക്കാൻ നമുക്ക് കഴിയില്ല. ആരെങ്കിലും അവിവേകം കാണിക്കുമ്പോൾ അവന്റെ കൂടെ മൗനം ദീക്ഷിച്ചു കൂടാൻ നമുക്ക് കഴിയില്ല. അത് അവിവേകമാണ് സഹോദര. അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ് എന്ന് പറയാൻ. ഏതെങ്കിലും ഒരു മനുഷ്യനെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ അവന്റെ കൈപിടിക്കാൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ സഹായത്തിനായി ഹസ്തം നീട്ടിക്കഴിഞ്ഞാൽ അവനെ ചേർത്ത് പിടിക്കാൻ, ഇതൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ള ഭയത്തിൽ നിന്ന് വരേണ്ടതാണ്. അതുകൊണ്ട് നരകവും സ്വർഗവും പരലോകവും ഖബറും മീസാനും അതുപോലെ തന്നെ ബർസഖും ആ മഹ്ശറയും ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിക്കാൻ ഉതകുന്ന ദൃഷ്ടാന്തങ്ങൾ, അപകടങ്ങൾ, പരീക്ഷണങ്ങൾ, ശിക്ഷാമുറകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും കണ്ണിന്റെ കൺപോളകളിൽ നിന്ന് മായാത്തിനും നേർക്കുനേരെ ദൃക്സാക്ഷികളായി അല്ലാഹു നമ്മുടെ ഈ സമുദായത്തെ ഈ ഭൂമിയിൽ സാക്ഷികളാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും റബ്ബിനെ തിരിച്ചറിയാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പതിച്ച നരകത്തിൽ വീണുപോകുന്ന ഏറ്റവും വലിയ നഷ്ടക്കാരനായിട്ട് ആ മനുഷ്യൻ മാറും. അതുകൊണ്ട് യുവാക്കളെ ഉണർന്നു പ്രവർത്തിക്കണം. യുവതികളെ നിങ്ങളെ സൂക്ഷിക്കണം. സ്ത്രീകളെ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥകളെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും സൂക്ഷ്മാലുക്കളായി ഈ ഭൂമിയിലെ 99% ആളുകളും മോശമായ ലൈഫ് സ്റ്റൈലിലാണെങ്കിൽ പോലും മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും സഹാബി വനിതകളും ജീവിച്ച മാതൃകയിൽ ഒരുത്തനെങ്കിലും ഈ പള്ളിയിൽ വരുന്ന ഒരുത്തനെങ്കിലും ജീവിക്കുക എന്നതാണ് നമ്മുടെ മാനദണ്ഡം വേണ്ടത്. അങ്ങനെ എല്ലാവരും അർഹമുർ റഹീമീനെ പടച്ച തമ്പുരാന്റെ ശിക്ഷാമുറകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഏറ്റവും നല്ല മുഅ്മിനുകളായി മാറണം. അല്ലാഹു നമുക്ക് അതിനെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അഅ്യുൻ വജ'alna ലിൽ മുത്തഖീന ഇമാമാ. اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. توفنا مسلما وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد.